ഗുഡ് മോർണിംഗ് ടു ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു വാഹനത്തിന്റെ മൈലേജിനെ കൂട്ടാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ അത് കൂട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്നതായിരിക്കാം, കുറേ പേര് ഇത് ചെയ്യുന്നതായിരിക്കാം, പക്ഷേ ചെയ്യാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരു പുതിയ ജനറേഷൻ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് വാഹനമൊന്നും അധികം യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് മാത്രമല്ലാണ്ട് ചില ഷോറൂമുകാർ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങളുടെയൊക്കെ പേര് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനെ എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടും എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് പറ്റും. എല്ലാവരും ജസ്റ്റ് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ. നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടി ചില ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പോരാത്തതിന് കുറേ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു വണ്ടിപ്രാന്തന്മാർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള ലെവലിലുള്ള കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു മെസ്സേജിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട് പല ആൾക്കാരുടെ കയ്യിൽ നിന്നും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അതെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പോരാത്തതിന് ഒരുപാട് സപ്പോർട്ടീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്കും, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കും, നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. ഫാമിലി നിങ്ങൾക്ക് മെമ്പർ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ മെയിനായിട്ടൊരു 7 പോയിന്റിൽ കൂടെയാണ് കടന്നു പോകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ 7 പോയിന്റിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മൈലേജിനെ സംബന്ധിച്ചിട്ടും, അതുപോലെ മൈലേജ് എങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു 7 പോയിന്റിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിലുള്ള സർവീസാണ് ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇതിൽ ഈ സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് 4 തരത്തിലുള്ള ഫിൽറ്റേഴ്സാണ്. അതായത് നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തും വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാബിൻ്റെ ഭാഗത്തും നമുക്ക് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഏതൊക്കെയാണ് ആ ഒരു 4 ഫിൽറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ഫിൽറ്റേഴ്സ് എഞ്ചിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം വരുന്നത് ഓയിൽ ഫിൽറ്റർ ആണ്, ഫ്യൂവൽ ഫിൽറ്റർ വരുന്നുണ്ട്, പിന്നെ എയർ ഫിൽറ്റർ വരുന്നുണ്ട്. അങ്ങനെ 3 ഫിൽറ്റേഴ്സ് ആണ് നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് വരുന്നത്. പിന്നെ ഒരു ഫിൽറ്റർ നമുക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടീൻ്റെ ക്യാബിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തായിട്ടാണ് നമുക്കൊരു എയർ ഫിൽറ്റർ, അതായത് AC ഫിൽറ്റർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ക്യാബിൻ ഫിൽറ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത്രയും ഒരു 4 ഫിൽറ്റേഴ്സ് ആണ് നമുക്ക് വണ്ടീന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫിൽറ്റേഴ്സ് നമുക്ക് 4 എണ്ണം വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഈ ഫിൽറ്ററുകളുടെ ഒക്കെ ഒരു കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് ഓയിൽ ഫിൽറ്ററിനെ പറ്റിയാണ്. ഓയിൽ ഫിൽറ്റർ എന്ന് പറയുന്നത് എഞ്ചിന്റെ ഭാഗത്താണ് ഉണ്ടാവുക. നമുക്കറിയാം, എഞ്ചിൻ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ എഞ്ചിൻ്റെ പ്രവർത്തനത്തിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ലൂബ്രിക്കൻ്റ് ആണ്. അപ്പോൾ ഈ എഞ്ചിൻ ഓയിൽ തന്നെ നമ്മൾ പല തവണ തോറും അതായത് അതിൻ്റെ ഉള്ളിൽ ചെറിയ പിസർ പോലുള്ള സാധനങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിനെ ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് ഈ ഒരു എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫിൽറ്റർ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മാത്രമാണ് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ലാണ്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ എഞ്ചിൻ ഓയിൽ മാറ്റുന്നതോട് കൂടി തന്നെ ഓയിൽ ഫിൽറ്ററും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നതായിട്ട് പല ആൾക്കാരും ചെയ്യുന്നത് കാണാം. പക്ഷെ ടോപ്പ് അപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ എഞ്ചിൻ ഓയിലിനെ കംപ്ലീറ്റ് ഡ്രൈ ഔട്ട് ചെയ്ത് വേറൊരു എഞ്ചിൻ ഓയിൽ നിറച്ച് ഉപയോഗിക്കുന്നത്, അതായത് റീഫിൽ ചെയ്ത് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വണ്ടികൾ 10,000 കിലോമീറ്ററൊക്കെയാണ് മിനിമം നമുക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു 10,000 കിലോമീറ്റർ കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കറക്റ്റ് പീസറുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എഞ്ചിനിൽ നമുക്ക് പിസ്റ്റൺ വരുന്നുണ്ട്, പിസ്റ്റൺ വാൾവിലൊക്കെ ഇങ്ങനെ ടച്ച് ആവുമ്പോൾ ചെറിയ പിസറുകളൊക്കെ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ എഞ്ചിൻ ഓയിലിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഞ്ചിൻ ലൈഫ് കൂടുതൽ കിട്ടും. നമ്മൾ കറക്റ്റായിട്ട് എഞ്ചിൻ ഓയിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇതേപോലെ റീഫില്ല് ചെയ്യാണ്ട് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറ്റി നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എഞ്ചിൻ്റെ ഉള്ളിലുള്ള പാർട്സിന് ചെറുതായിട്ട് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അത് തേഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിൽ വലിയൊരു പൈസ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ മൈലേജും കുറയും, പിന്നെ എൻജിൻ ഓവർ ഹീറ്റ് ആവും എൻജിൻ ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ.
അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് വരും. അപ്പോൾ മൈലേജും അവിടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമ്മൾ അതിൻ്റെ കൂടുതൽ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ നമുക്ക് വരുന്നതാണ് എയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. അതും എഞ്ചിൻ്റെ ഭാഗത്ത് വരുന്നത് തന്നെയാണ്. നമ്മൾ വെള്ളം കയറിയാലൊക്കെ ആദ്യം എയർ ഫിൽറ്ററിൽ അല്ലെങ്കിൽ എയർ ആ ഇൻടേക്കിലാണ് കയറി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് നേരെ പോകും, പിന്നെ ബ്ലോക്ക് ആവും എഞ്ചിൻ. ഇങ്ങനെയാണ് വെള്ളത്തിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്താൽ വരാവുന്ന ഒരു കേസ്. അതിനുവേണ്ടി നമ്മൾ സ്നോർക്കിലൊക്കെ വെച്ചത് കാണാം ചില വണ്ടികൾ. സ്നോർക്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ പൊക്കി നിർത്തിയിട്ടുണ്ടാവും, ഒരു പുകക്കുഴൽ പോലെ. അതിനെയാണ് നമ്മൾ സ്നോർക്കിൽ എന്ന് പറയാം. ഇവിടെ ആയിരിക്കും ഇതിന്റെ ഒരു എയർ ഇൻടേക്ക്, ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടും എയർ ഇൻടേക്ക് വരിക. ഇൻടേക്ക് വാൾവ് അല്ലെങ്കിൽ ഇൻടേക്ക് പൈപ്പിനെ ഒന്ന് പൊക്കി നിർത്തുക എന്നുള്ളതാണ് ആ ഒരു സ്നോർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരായാലും നമുക്ക് വായു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വാഹനങ്ങളുടെ കാര്യം. ഉള്ളിലേക്കുള്ള എയർ പോയില്ല എന്നുണ്ടെങ്കിൽ വണ്ടീന്റെ എഞ്ചിന്റെ ഉള്ളിൽ നടക്കുന്ന കമ്പഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്യൂലിനെ കത്തിച്ചുകൊണ്ട് ആ പവറിൽ നിന്നാണ് എഞ്ചിൻ വർക്ക് ആവുന്നതെന്നാണ് നമുക്ക് പറയാം. നമുക്ക് എയർ ഉള്ളിലേക്ക് ചെന്നാലാണ് അവിടെ ആ ഒരു കമ്പഷൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ഭാഗമാണ് ഫ്യൂലിന്റെ കത്തുള്ളൂ. അപ്പോൾ കറുത്ത പുക പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് മൈലേജ് കുറയാം. എയർ ഫിൽറ്റർ നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വരും. അപ്പോൾ അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാർട്സ് തന്നെയാണ്. അത് കാരണം നമുക്ക് മൈലേജ് കുറയാം. എഞ്ചിന്റെ ഭാഗത്ത് വരുന്ന വേറൊരു ഫിൽറ്റർ ആണ് ഫ്യൂവൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ഒരു ഫ്യൂവലിനെ നല്ല പ്യൂവറസ്റ്റ് ഫോം ആയിരിക്കും നമ്മുടെ പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഉണ്ടാവുക. അതിനുശേഷം ഇത് ഓരോ കണ്ടെയ്നറിൽ കയറ്റിയിട്ട് പമ്പിലുള്ള ടാങ്കിൽ നിറയ്ക്കുമ്പോൾ കുറെ കാലമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ പീസറുകളും അതുപോലെ ചെറിയ ചെറിയ ഡേർട്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു എണ്ണയായിട്ട് മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിന് നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ നിറച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫ്യൂവലിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്ത് ക്ലിയർ ചെയ്ത് എഞ്ചിന്റെ ഭാഗത്തേക്ക് വിടാൻ വേണ്ടിയാണ് നമുക്ക് ഫ്യൂവൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂവൽ ഫിൽറ്ററിന്റെ കാര്യം മനസ്സിലായില്ല. അപ്പോൾ അതും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫിൽറ്ററുകളാണ്. ഇനി മറ്റൊരു കാര്യം നമുക്ക് വരുന്നത് നമ്മുടെ എ സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ സി ഫിൽറ്റർ എന്ന് പറയുന്ന ഫിൽറ്റർ അല്ലെങ്കിൽ ക്യാബിൻ ഫിൽറ്റർ എന്ന് പറയുന്ന ഫിൽറ്റർ എന്തിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്, അത് നമ്മൾ എങ്ങനെയൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ എ സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മേലുള്ള ഏകം പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആ ഒരു ഫിൽറ്റർ കുറച്ച് അടഞ്ഞൊക്കെ ഇരിക്കുകയാണ്, കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എ സിക്ക് അവിടേക്ക് ഒരു ചെറിയ പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ എഞ്ചിന്റെ ഭാഗത്തു നിന്നാണ് ആ ഒരു പവർ എ സി എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു മൈലേജ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എ സി ഫിൽറ്ററും നമ്മൾ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തേൽ വരുന്ന ഒരു പോയിന്റ് കേട്ടോ. അപ്പോൾ എഞ്ചിന്റെ ഭാഗത്ത് നമ്മൾ സർവീസിന്റെ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളതും നമ്മൾ നിർബന്ധമായും ചേഞ്ച് ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും അതിനെ മാറ്റി നിർത്തരുത്. പിന്നത്തെ ഒരു കാര്യമാണ് കറക്റ്റ് എയർ പ്രഷർ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നമുക്ക് നല്ലൊരു ടയർ ലൈഫ് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് നല്ല മൈലേജും കിട്ടും. ഈ ടയറിന്റെ ഈ കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം എന്ന് പറഞ്ഞതാ ഇത്രയായിരിക്കും. ഇനി നമ്മൾ എയർ കുറച്ചാണ് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഭാഗം ചിലപ്പോൾ ടയർ റോഡായിട്ട് കോണ്ടാക്റ്റിൽ വരും. ഇത്രയും ഭാഗം റോഡിൽ കോണ്ടാക്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൈലേജ് കുറയും, ടയറിൻ്റെ ലൈഫ് കൂടിയും കുറയും. നമ്മൾ എയർ കറക്റ്റായിട്ടൊന്നും ചെക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അലോയിലൊക്കെ ബെൻഡ് ആവാനും അത് പൊട്ടാനും സൈഡൊക്കെ പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ടയർ പ്രഷർ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യരുത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കറക്റ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മൈലേജ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ എഞ്ചിനും അത് നല്ലതാണ്, പോരാതെ തന്നെ ട്രാൻസ്മിഷനും അത് നല്ലതാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഗിയറിലല്ല, നമ്മൾ ഗിയർ വല്ലാണ്ട് കൂട്ടിയിട്ടിട്ട് നമ്മൾ വണ്ടിയൊക്കെ വലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓവർ ഷെയ്ക്കിംഗ് ഒക്കെ വരും. അത് എഞ്ചിനും നല്ലതല്ല. അതുപോലെ തന്നെ എഞ്ചിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കുറച്ച് റബ്ബർ ബുഷുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനും നല്ലതല്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മേളിൽ ഏകം പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്മിഷനെ കൊണ്ട് വരുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ അറിയാനായിട്ട് സാധിക്കും. നാലാമത്തായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓവറായിട്ടുള്ള വെയിറ്റ് ഒന്നും ഇതിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഓവർ ലോഡിങ് പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 5 സീറ്റുള്ള ഒരു കാറിൽ തന്നെ കുറേ പേരെ നമ്മൾ കുത്തി നിറച്ച് പോകുമ്പോഴൊക്കെ വരാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടോ. മൈലേജ് നമുക്ക് ഷോർട്ട് ആവും. അതുപോലെ തന്നെ ടയറിന് അത് നല്ലതല്ല, ബ്രേക്കിന് അത് നല്ലതല്ല, സസ്പെൻഷനും അത് നല്ലതല്ല.
അങ്ങനെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഓവർ ലോഡിങ് നല്ലതല്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പ്രഷർ ഓവറായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എഞ്ചിനും ബാധിക്കും, അതും നല്ലൊരു കാര്യമല്ല. അപ്പോൾ ഒരു കാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലോഡ് വെച്ചിട്ട് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വണ്ടി നമ്മളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളതിനെ ഉപയോഗിക്കുകയും വേണം. 5 സീറ്റുള്ള വണ്ടികളാണെങ്കിൽ 5 ആൾക്കാർ മാത്രം യാത്ര ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. 5ാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ്സൊക്കെ ക്ലോസ് ചെയ്തിട്ട് വേണം വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ AC കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മേലെ നിന്ന് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു എയർ ഫ്ലോ വരുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയിക്കോളും. എയറോഡൈനാമിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു വിൻഡോ തുറന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് എയർ കൂടുതൽ പിടിക്കും. അതായത് കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ആക്സിലറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതും മൈലേജിനെ കുറയ്ക്കാനുള്ളൊരു കാര്യമാവും. ഹൈവേയിലൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതലും ഗ്ലാസ്സൊക്കെ നമ്മൾ കയറ്റിയിട്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ AC ഒക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. 6ാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഷെയ്ഡിൻ്റെ താഴെ വേണം പാർക്ക് ചെയ്യാൻ. അതായത് തണലത്ത് വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം പുറത്തെ ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടുതലായിരിക്കും വണ്ടീൻ്റെ അകത്ത് ആ ഒരു സമയത്ത് ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നത് AC ഇടുന്ന ടൈമിൽ അതിനനുസരിച്ച് നമ്മൾ നന്നായി AC ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മൈലേജിനെ ബാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡിൻ്റെ താഴെ വേണം പാർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത്. പെയിന്റിനും അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് 7ാമതായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ നിർത്തിയുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. A എന്നുള്ള പോയിന്റിൽ നിന്ന് B എന്നുള്ള പോയിന്റിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം കണ്ടിന്യൂസ്ലി ഉള്ള ഡ്രൈവിംഗ് ആണ് മൈലേജ് എപ്പോഴും കൂടുതൽ നമുക്ക് കിട്ടുക. ഇപ്പോൾ ഹൈവേ ഡ്രൈവിംഗിലാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ട്രാഫിക് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കാരണം തന്നെയാണ്. പോരാത്തിന് വേറൊരു കാര്യം കൂടി, നമ്മൾ നിർത്തി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വണ്ടി ഓഫ് ചെയ്ത് അതിനെ ഓൺ ചെയ്യുമ്പോൾ 1 മിനിറ്റ് വർക്ക് ചെയ്യാനുള്ള എണ്ണയാണ് അവിടെ പോകുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റ് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ അവിടെ എടുക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രാഫിക് ഇല്ലാത്തൊരു ടൈം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് കാരണം തന്നെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടാനും അത് നല്ലൊരു വഴി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച ഈ ഒരു 7 പോയിന്റ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മൈലേജ് നമുക്ക് ലഭിക്കും. അതിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്, ബൈ.